നമ്മുടെ പച്ച വീട്ടിൻ്റെ സ്റ്റാർട്ടിങ് ട്രബിൾ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളതിൻ്റെ സ്റ്റാർട്ടർ മോട്ടർ ചെക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. ബാറ്ററി ഓൾറെഡി ചെക്ക് ചെയ്ത് പൊക്കെയാണ്. സ്റ്റാർട്ടർ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരുപാട് പേര് ഇതിൻ്റെ സ്റ്റാർട്ടർ മോട്ടർ അയക്കാൻ ഭയങ്കരമായിട്ട് പേടിക്കും. അങ്ങനെ പ്രത്യേകിച്ച് പേടിക്കേണ്ട കേസൊന്നുമില്ല. അതുപോലെ ഒരു 13 ലോങ് സർക്യൂട്ടും എക്സ്റ്റൻഷനും ചെറിയൊരു എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ഈ ഭാഗത്ത് ഇവിടുന്ന് അടിയിലേക്ക് ഒരു ചെറിയൊരു കർവുണ്ട്. അത് നോക്കിയിട്ട് നമ്മൾ 13 ബോൾട്ട് ഇവിടുന്ന് അയച്ചെടുക്കണം. അപ്പോൾ അതിനുള്ളൊരു ശ്രമമാണിപ്പം. ഏതാണ്ട് ഒരു 5 മിനിറ്റത്തെ കഷ്ടപ്പാട് കഴിയുമ്പോഴത്തേക്ക് ഈ സംഭവം ഉരുക്കിട്ടും. ഇതാണ് ഇവിടെ വരുന്ന മൗണ്ടിങ്, സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ബോൾട്ട്. ബാക്കിയുള്ള സംഭവം നമുക്ക് അടിയിൽ നിന്ന് അഴിക്കേണ്ടി വരും. വണ്ടിയുടെ അടിയിൽ ഇങ്ങനെ ഒരു കവറുണ്ട്. ചില വണ്ടികൾക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ, ചിലതിനുണ്ടാവില്ല. ഈ കവർ നമ്മൾ റിമൂവ് ചെയ്യണം. കവർ റിമൂവ് ചെയ്താൽ നമുക്ക് സ്റ്റാർട്ടിങ് മോട്ടറിലേക്ക് ആക്സസ് കിട്ടുള്ളൂ. കവർ റിമൂവ് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഓക്കെ, കവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കാണാം. ഇതിൻ്റെ ഈ വാക്യൂം റിസർവോയർ ഇതേപോലെ 10 ബോൾട്ട് ഇട്ടായിരിക്കും മുറുക്കി വെച്ചേക്കുന്നത്. ക്യാമറ നേരെ പിടിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനൊരു ബ്രാക്കറ്റ് ഉണ്ട് കണ്ടോ, ഇതുപോലൊരു ബ്രാക്കറ്റ് ഉണ്ട്. ഇതിൻ്റെ ബ്രാക്കറ്റ് മൊത്തത്തിൽ ഊരിയെടുക്കുക, അല്ലെങ്കിൽ ഇതിനെ ഊരിയെടുക്കുക. ഇതിൻ്റെ പുറകിൽ ഈ സ്റ്റാർട്ടർ മോട്ടർ നമുക്ക് ഇരിക്കുന്നത് കാണാം. ഈ സ്റ്റാർട്ടർ മോട്ടർ നമുക്ക് അഴിച്ചെടുക്കുക. സ്റ്റാർട്ടർ മോട്ടറിൻ്റെ അടുത്ത മൗണ്ടിങ് ഇതായി കാണുന്നത് ഇവിടെ. അപ്പോൾ അത് നമുക്ക് ഊരിയെടുക്കണം. അപ്പോൾ ഈ ഒരു സംഭവത്തിന് വാക്യൂം റിസർവോയർ ഊരിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻലി കാര്യം, ഇതൊരുപാട് ടർബോനെയൊക്കെ ബാധിക്കുന്ന കേസാണ്. അപ്പം ടർബോനെ EGR ഒക്കെ കൺട്രോളിങ് ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പൈപ്പുകൾ അങ്ങോട്ടേക്ക് മാറിപ്പോകത്തില്ല, സൈസ് വ്യത്യാസമുണ്ട്. അതുപോലെ പൊട്ടിപ്പോകാതെ സൂക്ഷിക്കുക. തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പം മറക്കാതെ തിരിച്ച് കണക്ട് ചെയ്യാനും മറക്കരുത്. സംഭവം തിരിച്ച് നമ്മൾ കണക്ട് ചെയ്യണം കറക്റ്റായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെ പരിപാടി ചെയ്യുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും പവർ ലോസോ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇച്ചിരി കൺജസ്റ്റഡ് ഏരിയ ആണ്. ഇങ്ങനെ കുറച്ച് സാധനങ്ങളുള്ളതുകൊണ്ട് പലരും ചിലപ്പോൾ ഈ സ്റ്റാർട്ടിങ് മോട്ടർ അയക്കാൻ മടി കാണിക്കും. എനിക്ക് അങ്ങനെ കുറേ കേസ് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ മടി വേണ്ട, ഇതിങ്ങനെ ഉരിയെടുത്താൽ നമുക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഈ വാക്യൂം റിസർവറിൻ്റെ ഇങ്ങേറ്റത്ത് കാണുന്ന 10 ബോൾട്ടും ഇങ്ങേറ്റത്ത് കാണുന്ന 10 ബോൾട്ട് രണ്ടും ഉരിയെടുത്തിട്ടാൽ വാക്യൂം റിസർവർ നമുക്ക് ഇവിടെ നിന്ന് സെപ്പറേറ്റ് ആക്കാം. അതിനുശേഷം അതിൻ്റെ ബ്രാക്കറ്റ് നമ്മൾ വേറെ ഊരണം. ബ്രാക്കറ്റിന് മേളിലും താഴെയായിട്ട് 12-13 ബോൾട്ട് വേറെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടർ മോട്ടറിലേക്ക് ആക്സസ് കിട്ടും. ഹോസ് നമ്മൾ ഓൾറെഡി വീടിച്ച് കഴിഞ്ഞു. ഇത്രയും പരിപാടി ചെയ്തിട്ട് സ്റ്റാർട്ടർ മോട്ടർ എടുക്കാം. നമ്മൾ വാക്യൂം റിസർവോയർ ഊരിക്കഴിഞ്ഞു. ഈ ബ്രാക്കറ്റിൽ കാണുന്ന ബോൾട്ടുകളാണ് നമുക്ക് അയച്ചെടുക്കേണ്ടത്. ഇവിടെ കാണാം, ഇവിടെയും കാണാം. ഇത്രയും ബോൾട്ട് ഊരിയെടുത്താൽ ബ്രാക്കറ്റ് നമുക്ക് സെപ്പറേറ്റ് ആക്കാം. ബ്രാക്കറ്റ് ഊരിയിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകും. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ബ്രാക്കറ്റ് നമ്മൾ ഊരിയെടുത്ത് കഴിഞ്ഞു. ബ്രാക്കറ്റ് ഊരി കഴിയുമ്പോൾ ബ്രാക്കറ്റ് നമ്മൾ സൈഡിലോട്ട് വെച്ചിട്ട് സ്റ്റാർട്ടർ മോട്ടർ കാണിക്കാം. ഇതുകൊണ്ട് സ്റ്റാർട്ടർ മോട്ടർ. ഇനി സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ബാക്കിൽ നിന്ന് നമുക്കൊരു മെയിൻ വയർ ഉണ്ട്, പിന്നെ ഒരു ഇഗ്നിഷൻ ലൈനുണ്ട്. അതായത് നമ്മുടെ സ്വിച്ചിൽ നിന്ന് വരുന്ന സെൽഫിൽ നിന്ന് വരുന്ന ഒരു ലൈനുണ്ട് സോളിനോയിഡിലേക്ക്. ആ 2 ലൈൻ നമ്മൾ പിടിക്കണം. 10-ൻ്റെയും 12-ൻ്റെയും അല്ലെങ്കിൽ 13 13-ൻ്റെയും 10-ൻ്റെയും ബോൾട്ടാണ് വരുന്നത്, നട്ടാണ് വരുന്നത്. അത് 2 പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്ന മൗണ്ടിങ്, ഇവിടെ ഒരു മൗണ്ടിങ് ഉണ്ട് 13-ൻ്റെ. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് മോട്ടർ നമുക്ക് പുറകോട്ട് എടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോകും. പിന്നെ ഇവിടെ ഒരു എർത്ത് പിടിക്കേണ്ടി വരില്ല, എർത്ത് ബോഡിയില്ല, കുഴപ്പമില്ല. ഇത്ര സാധനങ്ങൾ പിടിച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് മോട്ടറിങ് പോരും. നമുക്ക് ഈ കാണുന്ന 13-ഉം അതിൻ്റെ മുകളിലുള്ള 10-ഉം റിമൂവ് ചെയ്യാം. ഇവിടെ ഒരു ഇറുകിയ പാട് പോലെ കാണുന്നുണ്ട്, വയർ ചൂടായ പോലെ, ലോഡ് എടുത്ത പോലെയുണ്ട്. എന്തായാലും ചെക്ക് ചെയ്യാം. ഇതാണ്ട് സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെ 13-ൻ്റെ ഒരെണ്ണം റിമൂവ് ചെയ്ത് ഇതിൻ്റെ തൊട്ട് ബാക്കിൽ നിന്നുള്ള 10-ൻ്റെ നമ്മുടെ വയർ റിമൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ 13 ചില കൺജസ്റ്റഡ് ഏരിയ ആണ് കേട്ടോ, അതാണ് സൗണ്ട് വ്യത്യാസം വരുന്നത്. 13 ഇത് ഇവിടെ ലൂസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഇനിയിപ്പോൾ ഇത് ഷേക്ക് ചെയ്ത സംഭവം ഷേക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ 13 ഊരി എടുത്താൽ സ്റ്റാർട്ടിങ് മോട്ടർ ഇങ്ങോട്ട് പോരും. ഊരി പുറത്തെടുത്തിട്ട് നമുക്ക് എന്താ സംഭവം ഇത് സർജറി ചെയ്ത് നോക്കാം. അങ്ങനെ സ്റ്റാർട്ടർ മോട്ടർ പുറത്ത് വന്നു. ഇതാ ഈ ഏരിയയിലാണ് സ്റ്റാർട്ടർ മോട്ടർ ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കാണിക്കാനുണ്ട്. കൈ ആണെങ്കിൽ എത്തുന്നില്ല, നോക്കട്ടെ.
എൻ്റെ പറഞ്ഞ ഇതാണ് നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ സോളിനോട് പോലെ ഇട്ട് വരുന്ന പവർ. ഈ 10-ൻ്റെ റൗണ്ട് ക്ലിപ്പ് വരുന്ന വയർ. ഒരു മെയിൻ വയർ എപ്പോഴും കാണും, അതാണ് ഇവിടെ ഈ കാണുന്നത് 13-ൻ്റെ റൗണ്ട് ക്ലിപ്പ്. സ്റ്റാർട്ടർ മോട്ടറിൽ എപ്പോഴും കാണുന്ന മെയിൻ വയർ കേട്ടോ. ഈ രണ്ടെണ്ണമാണ് നമ്മൾ പിടിക്കുന്നത്. പിന്നെ മേലെ നിന്നുള്ള ബോൾട്ട് അയച്ചതിൻ്റെ ഹോൾ അങ്ങനെ കാണാം, താഴെ എന്നുള്ളത് ഇവിടെ കാണാം. ഇത്രയും സംഭവമാണ് നമ്മൾ ഊരിയെടുക്കുന്നത്. പിന്നെ ഓൾറെഡി ബ്രാക്കറ്റും ബാക്കിയും റിസർവയറും ഊരിയെടുത്തിട്ടുള്ള എല്ലാവരും കണ്ടല്ലോ. ഇനിയിപ്പം നമുക്ക് സ്റ്റാർട്ടർ മോട്ടർ ഡിസസംബിൾ ചെയ്ത് നോക്കാം അതിൻ്റെ അകത്ത് എന്തൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത്. സോ ഗൈസ്, സ്റ്റാർട്ടർ മോട്ടർ ഊരിയെടുത്തു. നമുക്ക് ഇവിടുന്ന് ഈ 13 റിമൂവ് ചെയ്യണം. അതുപോലെ ഇവിടുന്ന് ഈ 8-ൻ്റെ 2 ബോൾട്ട് റിമൂവ് ചെയ്യണം. ഈ 2 സ്ക്രൂ റിമൂവ് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ ബ്രഷ് ഹോൾഡർ നമുക്ക് സെപ്പറേറ്റ് ആക്കാം. അതുപോലെ സോളിനോഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് സോളിനോഡിൻ്റെ ഈ 2 സ്ക്രൂ നമുക്ക് റിമൂവ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെ ബാക്ക് പ്ലേറ്റ് അഴിച്ച് ചെയ്യുമ്പോഴത്തേക്ക് കാണുന്ന അവസ്ഥയാണിത്. ഇതൊക്കെ ബ്രഷ് തേഞ്ഞ് വന്നേക്കുന്ന പാടുകളാണ്. ഇതിനകത്ത് നമുക്ക് കോപ്പറിൻ്റെ അളവ്, കോപ്പർ കാണാം തിളങ്ങുന്ന, കോപ്പർ വരെ തേഞ്ഞ് പോയിട്ടുണ്ട്. ഇപ്പം മിക്കവാറും സ്റ്റാർട്ടിങ് മോട്ടർ അത്യാവശ്യം പരുവത്തിലായിരിക്കും. ഈ ഹോൾഡർ ഒന്ന് ഊരിയെടുത്ത് നോക്കാം നമുക്ക്. ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് ഇതിൻ്റെ സോളിനോയിഡിൻ്റെ അവസ്ഥ. ഭയങ്കര മോശമാണ്. സോളിനോയിഡിൻ്റെ ബൂട്ടൊക്കെ പോയി, അകത്ത് തുരുമ്പും വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സോളിനോയിഡിൻ്റെ പിസ്റ്റൺ നല്ല ടൈറ്റായിരുന്നു, തുരുമ്പുണ്ട്. ഇനി സ്റ്റാർട്ടറിൻ്റെ ബാക്കിലത്തെ ആർമേച്ചറും സാധനം എല്ലാം ബാക്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് ഇവിടെ നല്ല ഹീറ്റായ പോർഷൻ കാണാം, കോയിലുണ്ട്, ഹീറ്റായ പോലെയുണ്ട്. അതായത് ഊരിയെടുത്ത് നോക്കാം. ഊരിയെടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ പ്ലാനറ്ററി ഗിയർ കാണാം. ഗിയർ റിഡക്ഷൻ ടൈപ്പ് സ്റ്റാർട്ടറാണിത്. എക്സ്ട്രാ ടോർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ആർമേച്ചറിൽ നിന്ന് എക്സ്ട്രാ ടോർക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണിത്. ഇനി നമുക്ക് ആർമേച്ചറും ബ്രഷ് ഹോൾഡറും ചെക്ക് ചെയ്യാം. ആർമേച്ചർ പുറത്തേക്ക് എടുക്കട്ടെ, ഒരു കൈ കൊണ്ട് തന്നെ ഇച്ചിരി പാടാണ്, നല്ല നോക്കാം. ഇപ്പോൾ ഗൈസ്, ഇതാണ് ആർമേച്ചറിൻ്റെ അവസ്ഥ. ആർമേച്ചർ കാഴ്ചയിൽ കുഴപ്പം തോന്നിക്കുന്നില്ല, പക്ഷേ ഇവിടെ നല്ലോണം തേഞ്ഞിട്ടുണ്ട്. കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞ ഭാഗം, അതായത് ഈ പോർഷൻ. ബ്രഷ് ഹോൾഡർ പുറത്തെടുത്ത് തന്നെ കാണിക്കാം. അതിനകത്ത് ബ്രഷ് ഹോൾഡർ ഓവറായിട്ട് ഹീറ്റായി പോയിട്ടുണ്ട്, ലോഡ് പിടിച്ചിട്ട്. ഈ ഒരു ഏരിയ ഓവറായിട്ട് ഹീറ്റായി പോയിട്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ബ്രഷ് ഹോൾഡർ വേറെ ഒരെണ്ണം മാറ്റിയിട്ടാൽ കാര്യമൊക്കെ ആവും. നല്ലോണം ക്ലീൻ ചെയ്യണം, ഇവിടെയൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യണം. ഇതുപോലെയുള്ള ബുഷ് ഇതിനകത്ത് തേയ്മാനുണ്ട്. ഇപ്പോൾ വേറെ ബുഷ് അടിച്ചിട്ട് ഇതിനകത്ത് നമുക്ക് ഗ്രീസ് ചെയ്യേണ്ടി വരും. കോപ്പർ ബുഷാണ് വരുന്നത്, ഇത് ഗ്രീസ് ഇല്ലാണ്ട് കൂടി ഈ പരുവത്തിലയക്കുന്നതാണ് സംഭവം. അതുപോലെ ഇവിടെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് പ്ലാനറ്ററി ഗിയർ വരുന്ന ഏരിയ, ഇവിടെ എല്ലാം നല്ല അഴുക്കുണ്ട്, പശിപ്പുണ്ട്. ക്ലീൻ ചെയ്തിട്ട് വേണ്ട രീതിയിൽ ഗ്രീസ് ചെയ്യണം. പിന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ പിന്നെ ഒരു ബുഷുണ്ട്. ബുഷ് മാറ്റി വേണ്ട രീതിയിൽ ഗ്രീസ് ചെയ്യണം. ബുഷ് ഭയങ്കരമായിട്ട് കട്ടായി പോവലായി പോയിട്ടുണ്ട് ഇവിടെ. ഇത്തരം പരിപാടി ചെയ്തിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതല്ല അതിൻ്റെ ചൈൽഡ് പാർട്സ് കിട്ടാത്ത അവസ്ഥ വരുവാണെങ്കിൽ ഈ സ്റ്റാർട്ടർ അസംബ്ലി മൊത്തത്തിൽ പുതിയ വാങ്ങാൻ പറ്റും. ഈ പാർട്ട് നമ്പറിനോട് സൂട്ടബിളായിട്ടുള്ള വേറെ അസംബ്ലി വാങ്ങിയാലും മതി. ഇതിപ്പോൾ GM-ൻ്റെ ആണ്. ചിലപ്പം ചില വണ്ടികൾക്ക് മിത്സുബിഷിയുടെ വരുന്നുണ്ട്, ചിലപ്പം വാലിയോടെ അല്ലെങ്കിൽ ബോഷിൻ്റെ കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 3500-4000 രൂപയ്ക്കുള്ളിൽ പുതിയ സ്റ്റാർട്ടർ മോട്ടർ കിട്ടും. സ്റ്റാർട്ടിംഗ് മോട്ടർ സർവീസ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഫിറ്റ് ചെയ്തു. ഇനി ഇവിടെ പിടിപ്പിക്കേണ്ട ഈ ഒരു റിസർവയറിൻ്റെ സംഭവം പറഞ്ഞുതരാം. റിസർവയറിൻ്റെ പൊസിഷൻ്റെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ആരോ മാർക്ക് വേണ്ടിയിട്ട്. അത് ഇതിങ്ങനെ വരണം, ഇങ്ങനെ തല തിരിച്ച് വരരുത്, ഇങ്ങനെ വരണം. അതായത് GM നേരെ കാണണം, ഈ പാർട്ട് നമ്പർ തല തിരിച്ച് കാണരുത്. പിന്നെ ഉള്ളൊരു വണ്ണമുള്ള ഹോസ് ഇപ്പുറത്ത് വരും, വണ്ണം കുറഞ്ഞ ഹോസ് ഇപ്പുറത്ത് വരും. 2 വാക്യൂം ഹോസുകളാണ് വരുന്നത്. ആ സംഭവം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാം. നമ്മുടെ ബാക്കിയുള്ള ഫിക്സിങ് എല്ലാം കഴിഞ്ഞു. എയർ ഫിൽറ്ററിൻ്റെ മൗണ്ടിങ് ഇവിടെ ഫിറ്റ് ചെയ്യാണ്ട്. അതിനേക്കാൾ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, കംപ്ലൈൻറ്റ് മാറിയെന്നറിയാനായിട്ട്. ഇപ്പോഴത്തെ ഇതിൻ്റെ ക്രാങ്കിങ് നോക്കാം. ഇപ്പോൾ വണ്ടി ഒറ്റയടിക്ക് സ്റ്റാർട്ടാകുന്നുണ്ട്. അത്രയും ലോങ് ആയിട്ടുള്ള ഒരു സെൽഫ് എടുക്കുന്നില്ല, പെട്ടെന്ന് സ്റ്റാർട്ടാകുന്നുണ്ട്. ഇനി നോക്കേണ്ട കാര്യങ്ങൾ വേണമെങ്കിൽ സ്കാൻ ടൂൾ വെച്ചിട്ട് അതിൻ്റെ സ്പീഡ്, RPM-ലെ സ്പീഡ് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് കണ്ടവർക്കറിയാം RPM എങ്ങനെ എടുത്തുകൊണ്ടിരുന്നതെന്നുള്ളത്. ഈ ഒരു സ്റ്റേജിൽ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് മോട്ടർ സർവീസ് ചെയ്തതിന് ശേഷം RPM എങ്ങനെയാണ് വർക്കാകുന്നത്, RPM-ൻ്റെ റേഞ്ച്, സ്പീഡ് എങ്ങനെയാണ് എടുക്കുന്നത്, ക്രാങ്കിങ്ങിൻ്റെ സ്പീഡ് എങ്ങനെ എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ ഗൈസ് നമ്മുടെ സ്കാൻ ടൂൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഒന്ന് സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ ഗ്രാഫ് എടുക്കാം. നമുക്ക് RPM ക്രാങ്കിങ് RPMത്തിൻ്റെ ഒരു ഗ്രാഫ് എടുക്കാം. അതിനേക്കാളും മുന്നേ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കണ്ടൻറ്റും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്, ഗുണം ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ നമുക്ക് സ്കാൻ ചെയ്യാം. ഇപ്പോൾ ഗൈസ് നമ്മളിവിടെ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ട്രബിൾ കോഡ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും പഴയ പോലെ തന്നെ ഫ്യൂൽ ടെമ്പറേച്ചർ സെൻസറിൻ്റെ എറർ തന്നെ വരുള്ളൂ. ഫ്യൂൽ ടെമ്പറേച്ചർ സെൻസറിൻ്റെ എറർ തന്നെ വരുന്നുണ്ട്. അത് നമുക്ക് ഇതുവരെ നമ്മൾ മാറിയിട്ടില്ല, മാറാനുള്ള ഒരു അപ്രൂവൽ വന്നിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഇട്ടേക്കുന്നത്. തന്നെയല്ല, ഈ ഒരു എററും കൊണ്ട് വലിയ കാര്യമായിട്ട് സ്റ്റാർട്ടിംഗ് ഡിലേ കാണിക്കത്തില്ല. അപ്പോൾ അത് തൽക്കാലം അവിടെ കിടക്കട്ടെ. നമുക്കിപ്പോൾ വേണ്ടത് എന്താ, ലൈവ് ഡേറ്റാസ്. നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത പോലെ ക്രാങ്കിങ് സ്പീഡ് മാറ്റം വന്നോ നമുക്ക് നോക്കാം. നമ്മൾ സ്റ്റാർട്ടിംഗ് മോട്ടർ ഇപ്പോൾ നമ്മൾ സർവീസ് ചെയ്തല്ലോ, അതിനുശേഷം നമ്മുടെ ക്രാങ്കിങ് സ്പീഡ് ഇമ്പ്രൂവ് ആയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഗ്രാഫ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വീണ്ടും പഴയ പോലെ തന്നെ എഞ്ചിൻ എടുത്തിട്ട് ഡാറ്റാസ് എടുക്കാം, ലൈവ് ഡാറ്റാസ് എടുക്കാം. അപ്പോൾ എഞ്ചിൻ സ്പീഡ്, ഡിസൈഡ് സ്പീഡ്, പിന്നെ നമുക്ക് എന്തായിരുന്നു ഫീൽഡ് പ്രഷർ കയറുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ. ഫ്യൂൽ റെയിൽ പ്രഷർ എത്ര പ്രീവിയസ് ആയിട്ട് ഫ്യൂൽ റെയിൽ പ്രഷർ ഇവിടെ കാണാം നമുക്ക്. ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ ഗ്രാഫാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഗ്രാഫ് എടുത്തു, നമുക്കിനി സ്റ്റാർട്ടിങ് ചെയ്ത് നോക്കാം. നമുക്ക് പഴയ പോലെ റെക്കോർഡിങ്ങിലും കൂടി ഇട്ട് നോക്കാം, സംഭവം സ്റ്റാർട്ടിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ടെന്ന് അറിയാം. ഓക്കെ, നേരത്തെ പോലെയല്ല, വണ്ടി പെട്ടെന്ന് തന്നെ സെൽഫ് എടുത്തു സ്റ്റാർട്ടായി. ഇനി നമുക്ക് RPMൽ വന്നേക്കുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ റെക്കോർഡിംഗ് ഇവിടെ റെഡിയാണ്. നമ്മൾ സെൽഫ് എടുക്കാൻ തുടങ്ങിയ സമയം പോലെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓരോ ഫ്രെയിം നമുക്ക് എടുക്കാം. അതിൻ്റെ ഇവിടെ നമ്മൾ ഇവിടെ നിന്നാണ് സെൽഫ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം RPM നേരത്തെ ഇമ്പ്രൂവ് ആവാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ 101, 122 ഗ്രാഫ് RPM നമുക്ക് ശ്രദ്ധിക്കാം. 146, 173, 76, 300. അപ്പം ഒറ്റയടിക്ക് തന്നെ സംഭവം 200 അബോവ് ചെന്ന് 176 കഴിഞ്ഞ് 300, 698, 1000, 1023. അപ്പം ആ ഒരു ഗ്രാഫിൽ വ്യത്യാസം വന്നതോടുകൂടി വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങിൽ മാറ്റം വന്നു. അപ്പോൾ നമുക്ക് കാണാം, മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസിൽ ആ ഒരു ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് മനസ്സിലാകും. RPM കുറേ നേരം 115, 100 തന്നെ നിന്ന് പിന്നീടാണ് ഹൈക്കായത്. അപ്പോൾ ആ ഒരു ഗ്രാഫ് കണ്ടിട്ടാണ് നമുക്ക് സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെ ഒരു പ്രശ്നം നമ്മളതിലേക്കാണെന്നുള്ള ഒരു ഡൗട്ട് കിട്ടിയത്. അത് അഴിച്ച് ചെക്ക് ചെയ്തതും സംഭവം സർവീസ് ചെയ്തെടുക്കുകയും ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരികയും ചെയ്തത്. അപ്പോൾ ഈ രണ്ട് ഗ്രാഫ്, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടും ഈ ഒരു പാർട്ടും തമ്മിൽ ഈ ഒരു രണ്ട് ഗ്രാഫ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ കാര്യങ്ങളും നമ്മുടെ വ്യൂവേഴ്സിന് കാര്യങ്ങൾ പിടികിട്ടും. മെക്കാനിക് സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങൾ ഒരുപാട് ഉപകരിക്കും. അപ്പം സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെ പ്രശ്നം ഒരുപാട് വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ 3 സിലിണ്ടർ വണ്ടികൾക്ക് എല്ലാത്തിനും ഉണ്ട്. ലോഡ് പിടിച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് മോട്ടർ പെട്ടെന്ന് പോകും. അപ്പം നമ്മളിങ്ങനെ ഒരു സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റുകൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബാറ്ററിയും സ്റ്റാർട്ടിങ് മോട്ടർ ആദ്യമേ ചെക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോവുക. ഓക്കെ ഗൈസ്. അതുപോലെ ഈ ഒരു വണ്ടിയിൽ ഞാൻ ഇത് സെക്കൻഡ് ഓണറാണ് കേട്ടോ. ഫസ്റ്റ് ഓണർ കാണിച്ച് ഉടായ്പാണോ അതോ കച്ചവടക്കാർ കാണിച്ച് ഉടായ്പാണോ എന്നറിയത്തില്ല. അതായത് ഇവിടെ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് വെച്ചേക്കാണ്. അത് സർവീസ് ലാമ്പ് വരുന്ന ഭാഗത്ത് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ വണ്ടി സെക്കൻഡ് എടുക്കാൻ നേരത്ത് ഒരുപാട് ശ്രദ്ധിക്കാതെ, അതായത് സർവീസ് ലാമ്പ് തെളിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഈ ബ്ലാക്ക് പെയിൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മളറിയത്തില്ല സർവീസ് ലാമ്പ് കത്തുന്നുണ്ട്. ഈ ഫ്യൂൽ ടെമ്പറേച്ചർ സെൻസർ മാറാതെ എന്തായാലും ഈ എറർ പോകത്തില്ല. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് കത്തുന്നുണ്ടോ നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം യൂസ്ഡ് കാർ മാർക്കറ്റിലുണ്ട്. സൂക്ഷിച്ച് നോക്കിയും കണ്ട് കൈകാര്യം ചെയ്യുക ഗൈസ്, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇഗ്നീഷൻ കീ ഓൺ ആക്കുമ്പം ഇവിടെ വരുന്ന സൈൻ എല്ലാം പോയി ഇവിടെ ക്ലസ്റ്ററിൽ നല്ല തണുപ്പുണ്ടെങ്കിൽ ഇവിടെ ഒരു കോയിലിൻ്റെ സൈൻ വരും. അതേപോലെ ഇപ്പുറത്തൊരു ഫ്യൂലിൻ്റെ വാട്ടർ ആൻഡ് ഫ്യൂലിൻ്റെ സൈൻ വരുന്നുണ്ട്. ഇതുപോലെ കോയിലിൻ്റെ സൈൻ വന്നു പോയി, വാട്ടർ ആൻഡ് ഫ്യൂലിൻ്റെ സൈൻ. അത് കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ സെൽഫ് അടിക്കുക കേട്ടോ. നമ്മുടെ ഫ്യൂൽ ടെമ്പറേച്ചർ സെൻസറിൻ്റെ ഒരു കംപ്ലൈൻറ്റ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ കാണുന്ന ഫ്യൂൽ ഫിൽട്ടർ അസംബ്ലിക്കുള്ളിലാണ് ടെമ്പറേച്ചർ സെൻസർ വരുന്നത്. ഈ വണ്ടികൾക്ക്, GM വണ്ടികൾക്ക് ഫ്യൂലിനെ ഹീറ്റ് ആക്കാനുള്ള സംവിധാനമുണ്ട്. മൈനസ് ടെമ്പറേച്ചറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോൾഡ് കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ ഹീറ്റ് ആക്കാനുള്ള സംവിധാനമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെമ്പറേച്ചർ സെൻസർ കൊടുത്തേക്കുന്നത്. അതുപോലെ അത് മാത്രമല്ല, ഫ്യൂലിൻ്റെ
ടെമ്പറേച്ചർ ഫ്യൂലിൻ്റെ ഇഞ്ചക്ഷനുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അതിന് ഫ്യൂൽ ടെമ്പറേച്ചറിൻ്റെ ഇൻപുട്ട് കിട്ടുന്നതനുസരിച്ചാണ് ഫ്യൂൽ ഇഞ്ചക്ഷനിൽ മറ്റേ പോലെ ചേഞ്ചസ് വരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഈ ഫിൽട്ടർ അസംബ്ലി മാറേണ്ടി വരും. ഫിൽട്ടർ അസംബ്ലി മാറിയാൽ മാത്രമേ ഈ ഒരു ട്രബിൾ കോഡ് മാറുകയുള്ളൂ. പക്ഷേ ഈ ട്രബിൾ കോഡ് വന്നു കഴിഞ്ഞാൽ വണ്ടി എപ്പോഴും സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കണമെന്നില്ല. നല്ല കോൾഡ് കണ്ടീഷനിൽ -3 ബിലോ 3 ഡിഗ്രിയൊക്കെ ചെന്ന് കഴിഞ്ഞുള്ള ഏരിയയിൽ, ഹില്ലി ഏരിയയിൽ, തണുപ്പുള്ള ഏരിയയിൽ, മഞ്ഞൊക്കെയുള്ള ഏരിയയിൽ കൊണ്ടുപോയി ഇട്ടിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, തണുത്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുമ്പം ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചെന്നിരിക്കും. അപ്പം ഈ ഒരു സംഭവം അങ്ങനെ യൂസ് ഉള്ളവർക്ക് മാറാം, അല്ലാത്തവർക്ക് തൽക്കാലം മാറാണ്ട് വേണമെങ്കിൽ വണ്ടി ഓടിക്കാം, കുഴപ്പമില്ല. മെയിൻലി ഇതിൻ്റെ ഈ ഒരു വണ്ടിയുടെ പ്രധാന പ്രശ്നം നമ്മുടെ സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെ ഇഷ്യൂ ആയിരുന്നു. അത് സോർട്ട് ഔട്ടായി. ഇതിനി അപ്രൂവൽ കിട്ടുവാണെങ്കിൽ ഈ ഫ്യൂൽ ഫിൽട്ടർ അസംബ്ലി അത്യാവശ്യം വില വരുന്നതാണ്, ഇത് മാറ്റിവിടാം. അല്ലാത്ത പക്ഷം തൽക്കാലം ഇങ്ങനെ ഓടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഡൗട്ട് കുറേ പേര് ചോദിച്ചിരുന്നു ഈ ഒരു സെൻസറിനെ കുറിച്ച്. അപ്പം അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മൾ വീണ്ടും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണും. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.